ഇതുപോലുള്ള അവസരങ്ങളിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സഹായ വേണ്ടത്. കൊച്ചു ചത്തുപോയെങ്കിലും ഗംഗമോള് പെറ്റണീച്ച് വന്ന വരവ് പോലെയാ ഇതും. അപ്പൊ അതിനു പറ്റിയ ദേഹരക്ഷക്ക് വേണ്ട നാട്ടുചികിത്സ തന്നെയാ വേണ്ടത്. ഇല്ല, ഞാൻ ഒരിക്കലും ഒരു വിവാഹബന്ധത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. എന്റെ സ്നേഹമോൾക്ക് വേണ്ടി മാത്രമുള്ളതാ എന്റെ ഈ ജീവിതം. വീട്ടിൽ ആരും വന്നില്ലേ സാറേ? ഡിസ്ചാർജ് ആകുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ട. ആന്റപ്പൻ അങ്ങനെയൊന്നും അല്ല. അതൊന്നും സാരില്ല. ശരിയാണ്. അയ്യോ മോളെ, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ആന്റപ്പൻ ഞങ്ങളുടെ 100 രൂപ തരികയും ചെയ്തു. മോൾക്ക് ഇച്ചിരൂടെ നേരത്തെ വരാൻ പാടില്ലായിരുന്നോ? കാണാമായിരുന്നല്ലോ. ഞാൻ എന്തോ ചെയ്തു? ഞാനാണോ അവരെ ഡിസ്ചാർജ് ചെയ്തത്? മോളെ, മോള് കരയാതെ. മദറമ്മ ഇപ്പൊ വന്നു കാണും. നമുക്ക് പോവാം. പോട്ടെ എന്റെ അപ്പ. ശരി. സ്നേഹമോളെ, ആന്റപ്പൻ അങ്കിളിനോട് പിണക്കൊന്നും കാണിക്കില്ലേ? തൽക്കാലകത്തേക്ക് പോവാം. മറ്റത് വൈകിട്ടാട്ടെ. ഒരു കുപ്പി റമ്മടിച്ച ഈശ്വരൻ പിണങ്ങ. അയ്യോ, ശ്യാമേട്ടനോ? ഗംഗേച്ചുണ്ടോ? ഡിസ്ചാർജ് ആയോ ശ്യാമേട്ട? നീ ഗംഗയൊന്ന് പിടിച്ചെടുക്ക. എന്ത് പണിയാ ശ്യാമേട്ടെ കാണിച്ചത്? ഡിസ്ചാർജ് ആയ വിവരമൊന്നും വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. ഞങ്ങൾ നമ്മുടെ കാറിൽ വരില്ലായിരുന്നോ? പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാ. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഓ പിന്നെ ബുദ്ധിമുട്ടാണ് പോലും. വന്ന് ശ്യാമേട്ടന് തീരെ ബോധമില്ലാണ്ടായിട്ടുണ്ട്. അയ്യോ എന്റെ മോളെ, നീ വന്നോടി. അയ്യോ, ആകെ അങ്ങ് കോലം കെട്ടി പോയല്ലോ. കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ ദൈവമേ. എന്നാലും നീ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ ശ്യാമേ. ടാക്സി എങ്കിലും പിടിച്ച് ഞാനും എന്റെ ഗാതമോളും വരില്ലായിരുന്നോ? നീ ഇതെന്തോന്ന് വായി നോക്കി നിൽക്കാ? ചെന്ന് അവനൊന്ന് സഹായിക്കടി. മോളെ ഞാൻ അകത്തുകൊണ്ടേ കിടത്തിക്കൊള്ളാം. അതിനിപ്പോ ആരുടെ സഹായം എനിക്ക് വേണ്ട. എന്റെ കുഞ്ഞിന്റെ ഒരു കോലം കണ്ടില്ലേ? വലിയ വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായ ആളായിട്ടു കാര്യഗൗരവില്ലെന്ന് വെച്ചാ വലിയ കഷ്ടം. ഇതുപോലുള്ള അവസരങ്ങളിൽ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സഹായ വേണ്ടത്, അല്ലാതെ ആണുങ്ങളുടെ അല്ല. ഭർത്താവാണെന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും ഒറ്റക്കെ ചെയ്യുന്നു വെച്ചാ എന്താ ചെയ്യാ? മോളെ, അച്ഛൻ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോഴും ആളുണ്ടെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. അമ്മയുള്ളവർക്കല്ലേ അമ്മയുടെ വില അറിയൂ. എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഒന്നും വേണ്ടണ്ട. നീ കൂടെ അങ്ങോട്ടിയല്ലേ? എത്രയായി? 150 സാർ. ആഹാ, ഗംഗക്കുഞ്ഞ് വന്നോ? ഗംഗേച്ചിക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ പോയി കുറച്ച് കഞ്ഞി എടുത്തോണ്ട് വരട്ടെ? പിന്നെ വന്ന ഉടനെ കഞ്ഞിയല്ലേ കൊടുക്കുന്നത്? എടി മാധു, നീ പോയി ഒരു ഗ്ലാസ് പാല് നല്ല പോലെ കാച്ചി നല്ല മധുരം ഇട്ടെടുത്തോണ്ട് വാ. ഗംഗമ്മോളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എടി, നീ ആരുടെ അണ്ണാക്ക് നോക്കി നിൽക്കടി? പറഞ്ഞത് കേട്ടില്ലേ നത്തെ? വാ മോളെ.
ഒരു പെണ്ണെ, ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ കയ്യോടെ എടുത്ത് കുത്തി പിഴിഞ്ഞിടാൻ നോക്ക്. വെച്ച് നാറ്റിക്കണ്ട. ചെല്ലേ, വേഗാവട്ടെ. ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ കഞ്ചനാമ്മേ, ഞാൻ ചെയ്തോളാം. വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നിനക്ക് വയ്യെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ എന്റെ ഗാതമോള് വന്ന് ചെയ്തോളും. ഞങ്ങൾക്ക് ആർക്കും അറപ്പ് പോക്കാനൊന്നും ഇല്ല. കഞ്ചനാമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? ആ ശമേട്ട, ഗംഗേച്ചിക്ക് ഏതൊക്കെ മരുന്ന് എപ്പോഴൊക്കെയാ കൊടുക്കണ്ടേന്നൊന്ന് പറഞ്ഞേ. ഇപ്പൊ കൊടുക്കണ മരുന്ന് ഏതാ? ഓ, മരുന്ന് മരുന്ന് മരുന്ന്. ഉള്ള ഇംഗ്ലീഷ് മരുന്നെല്ലാം കൂടി കൊടുത്താ ഗംഗമോൾ ഈ അവസ്ഥയിലായത്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ പണ്ടേ ഒരു കെൽപ്പുള്ള ശരീരമല്ല എന്ന് കരുതി രോഗം വന്നാൽ മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. പക്ഷെ കൊടുക്കേണ്ട മരുന്ന് കൊടുക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഈ കൊടുക്കേണ്ട മരുന്ന്. ആ, നിങ്ങൾ പിള്ളേരാ. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റിയല്ല. അപ്പൊ പിന്നെ പ്രായമുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കണം. കഞ്ചനാമ എന്താ ഈ പറയുന്നത്? എന്റെ ശ്യാമേ, കൊച്ചു ചത്തുപോയെങ്കിലും ഗംഗമോള് പെറ്റണീച്ച് വന്ന വരവ് പോലെയാ ഇതും. അപ്പൊ അതിനു പറ്റിയ ദേഹരക്ഷക്ക് വേണ്ട നാട്ടുചികിത്സ തന്നെയാ വേണ്ടത്. പിന്നെ ചാവുള്ള ദോഷം മാറാൻ നിങ്ങൾ മിണ്ടാതിറങ്ങി പോകുന്നുണ്ടോ? ശ്യാമേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട, ഇറങ്ങി പോകരുത്. ശമേട്ട, എന്ത് പൊട്ട പിടിച്ചോ? ഇവിടെ കൊണ്ടുപോടി. ഇതെന്തൊരു സ്വഭാവ? ഓന്ത് നിറം മാറുന്ന പോലെയല്ലേ ഇരിക്കുമ്പോ കൂറുമാറ്റം. വാ ഗംഗേച്ചി. കഞ്ചനാമ്മയുടെ ആ പതിവില്ലാത്ത സ്നേഹപ്രകടനം കണ്ടപ്പോഴേ ഞാൻ പേടിച്ചതാ. ഗംഗേച്ചി ഇതൊന്നും കേട്ടില്ലാന്ന് കരുതിയാ മതി. അറിയാലോ അവരുടെ സ്വഭാവം. മുന്നേ ഇവിടെ ശാലു വന്നിട്ട് കണ്ടേയില്ലല്ലോ. ഉറങ്ങുവേട്ട, ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഞാൻ നോക്കിക്കോളാം. ഗംഗേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? കരയാതെ ഗംഗേച്ചി, കരയാതെ. ശാലു, എന്റെ കുഞ്ഞ്. പോട്ടെ ഗംഗേച്ചി, മറക്കണം. നമുക്കത് വിധിച്ചിട്ടില്ലാന്ന് കരുതി എല്ലാം മറക്കണം. ഞങ്ങളുടെ മുന്നുമോൻ ഗംഗേച്ചിനെ കൂടെ മോനല്ലേ? ഇനി ഒരിക്കൽ പോലും ഗംഗേച്ചി അതേക്കുറിച്ച് ഓർക്കുക പോലും ചെയ്യരുത്. നിന്നെ ഗിരിയുടെ ഭാര്യയായി കിട്ടിയത് ഞങ്ങളുടെ അനുഗ്രഹവശാലും. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടാലും നീ അടുത്തുണ്ടെങ്കിൽ എന്തോ എനിക്കറിയില്ല, വല്ലാത്തൊരാശ്വാസം. ഏതോ പൂർവജന്മബന്ധം പോലെ. ഇനി കുറച്ചു നേരം കിടന്നുറങ്ങ്, മനസ്സൊന്ന് ശാന്തമായിക്കോട്ടെ. ഒക്കെ നേരെയായിക്കോളൂ. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ.
ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെല്ലാം എനിക്കറിയാം. അധികവും നീ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളതുമാണ്. ക്ലാരയെ പോലെ ആകാൻ ക്ലാരയ്ക്ക് മാത്രമേ കഴിയൂ. സ്നേഹമോളുടെ കാര്യത്തിൽ പോലും നീ അത് തെളിയിച്ചു. ഡോക്ടർ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? പറയാം ക്ലാരെ, ക്ലാര ചെറുപ്പമാ. ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അത് പാഴാക്കാനുള്ളതല്ല. മദരമ്മയെ പോലെ ഡോക്ടറും പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിലേക്ക് മടങ്ങി പോണോന്ന് അല്ലേ? ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ഡോക്ടർ. പപ്പയും മമ്മിയും വന്ന് എന്നെയും മോളെയും വിളിക്കുകയും ചെയ്തു. മദറിപ്പോ വീട്ടിലേക്ക് പോയിരിക്കുക പപ്പയോട് സംസാരിക്കാൻ. ക്ലാരെ, എന്തുകൊണ്ടും ഇതൊരു ഗുഡ് ന്യൂസ് തന്നെയാണ്. പക്ഷേ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ക്ലാര ഒറ്റയ്ക്കായിരിക്കേണ്ടിയിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? അപ്പൊ എന്റെ മോളോ? ഏതായാലും അത് ക്ലാരയുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ. ഡോക്ടർ ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഡോക്ടർക്ക് എല്ലാം അറിയാവുന്നതല്ലേ? ഇതുവരെ ഡോക്ടർ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ? ക്ലാരയോട് ഇഷ്ടമുള്ളതുകൊണ്ട്, ആത്മാർത്ഥതയുള്ളതുകൊണ്ട്, ക്ലാരയ്ക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്, എല്ലാത്തിലും ഉപരി സ്നേഹമോളെ ജീവനേക്കാൾ ഉപരി ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട്. ഇല്ല, അങ്ങനെയെങ്കിൽ ഡോക്ടർ എന്നോട് ഇപ്പോഴിങ്ങനെ പറയില്ലായിരുന്നു. സ്നേഹമോളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ മാത്രമായിട്ട് വീട്ടിലേക്ക് പോണോന്ന് ഡോക്ടർ ഒരിക്കലും പറയില്ലായിരുന്നു. ക്ലാരെ, ക്ലാര സ്നേഹമോളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. സ്നേഹമോള് സ്വന്തം മകളല്ലെന്ന് ക്ലാര ഇതുവരെ വിശ്വസിച്ചിട്ടുമില്ല. അമ്മയുടെ സ്ഥാനത്ത് അവൾക്കിന്ന് ക്ലാരയുണ്ട്. പക്ഷേ അച്ഛന്റെ സ്ഥാനത്തോ? നാളെ അവളുടെ ചോദ്യങ്ങൾക്ക് ക്ലാര എന്തുത്തരം പറയും? ഇനി അതല്ലെങ്കിൽ ക്ലാര മറ്റൊരു വിവാഹബന്ധത്തിന് തയ്യാറായി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ വരുമ്പോ സ്നേഹമോള് ഒരു കരടായി തീരില്ലേ? അതുമല്ലെങ്കിൽ ഭർത്താവായി വരുന്ന ആളിൽ നിന്ന് സ്നേഹമോൾക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വരില്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും ഒരു വിവാഹബന്ധത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. എന്റെ സ്നേഹമോൾക്ക് വേണ്ടി മാത്രമുള്ളതാ എന്റെ ഈ ജീവിതം. എനിക്കത് മാത്രം മതി. എനിക്ക് എന്റെ മോള് മാത്രം മതി. പക്ഷേ സ്നേഹമോൾക്ക് അത് മാത്രം പോരെങ്കിലും സ്നേഹമോൾ ഇന്ന് കൊച്ചുകുട്ടിയ, ഒന്നും അറിയാത്ത പ്രായം. ക്ലാര ഇപ്പോഴൊന്ന് മനസ്സ് വെച്ച, ഒന്ന് സമ്മതം മൂളിയാൽ അവൾക്ക് കിട്ടാൻ പോകുന്നത് ഏറ്റവും സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു പുതിയ ജീവിതം തന്നെയായിരിക്കും.